പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. ശേഷം കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 2 പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും ഒപ്പം ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജിയും ചേരുകയാണ്. ആദ്യം കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറിലേക്ക് പോവുകയാണ്. ശ്യാം, ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 2 പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. എന്തൊക്കെയാണ് പദ്ധതികളുടെ വിശദാംശങ്ങൾ? പ്രധാനമന്ത്രി നിലവിൽ താമസിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ്. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ നിന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനും വേണ്ടി അല്പസമയത്തിനകം അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടും. നമുക്ക് ഈ കാണാവുന്ന ഈ റോഡിലൂടെയാകും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരിക. അത് അല്പസമയത്തിനകം കടന്നു വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് രാവിലെയും ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ പെട്രോളിംഗ് വാഹനങ്ങളൊക്കെ ഈ വഴിയിൽ പലതവണ ഇപ്പോൾ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. SPG ഉദ്യോഗസ്ഥരടക്കം രാവിലെ കൊച്ചിയിൽ നിന്ന് പ്രധാനമന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് പ്രധാനമന്ത്രി പോകുന്ന നേവിയുടെ ആസ്ഥാനം വരെയും പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു വാഹനങ്ങൾക്കും ഇടറോഡുകളിൽ നിന്നും മറ്റും MG റോഡിലേക്ക് പ്രവേശനമില്ല. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പോകുന്നത് വരെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാവിലെ തൃശ്ശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി തിരികെ 11 മണിയോടുകൂടി ഇതേ വഴിയിൽ തിരികെ എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 11 മണിയോടെ അദ്ദേഹം ഷിപ്പ്യാർഡിൽ എത്തിച്ചേരും. 4000 കോടി രൂപയുടെ 2 വലിയ പദ്ധതികളാണ് രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുക. അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഡ്രൈഡോക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സമർപ്പിക്കും. വികസനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളത് പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും 2 വലിയ പദ്ധതികളാണ് രാജ്യത്തിന് അദ്ദേഹം ഇന്ന് സമർപ്പിക്കുക. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനത്തിൽ തന്നെയാണ് 2ാം ദിവസവും കൊച്ചിയുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത്. കൊച്ചി നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ. കൊച്ചി നഗരത്തിലേക്ക് വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJPയുടെ പ്രവർത്തന സമിതി യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് തിരികെ 3 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നും പോകുന്നത് വരെ ഇതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും. സുരക്ഷയുടെ പൂർണ്ണ മേൽനോട്ടം SPGയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ വാഹന നിയന്ത്രണങ്ങൾ കൊച്ചി നഗരത്തിലുണ്ടാകും. ഇന്നും പോലീസ് നിർദ്ദേശിച്ച വഴിയിലൂടെ മാത്രമേ ആളുകൾക്ക് കൊച്ചി നഗരത്തിലേക്ക് എത്താനും വിവിധ ആവശ്യങ്ങൾക്ക് ഇടറോഡുകളിലൂടെ സഞ്ചരിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള അനുമതി മാത്രമാണ് സുരക്ഷാ ഏജൻസികൾ നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജി കൂടി ചേരുകയാണ്. സൂരജ്, പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലേക്ക് തിരിക്കും എന്നറിയാൻ സാധിക്കുന്നു. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളാണ് അദ്ദേഹം തൃശ്ശൂരിൽ സന്ദർശിക്കുക. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കും. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണ്? ഗോപിക, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗുരുവായൂരിലെ പടിഞ്ഞാറെ നടയിലാണ്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത സുരക്ഷ, അതിന്റെ അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തുള്ള ഭക്തരെ എല്ലാവരെയും തന്നെ ഇതിന് പുറത്തേക്ക് ഇറക്കുകയാണ്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിനകത്തുള്ള ആളുകളെ എല്ലാവരെയും തന്നെ പുറത്തിറക്കാനുള്ള ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഗുരുവായൂരിലെ വിവാഹങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഈ വിവാഹങ്ങളുടെ നടത്തിപ്പിൽ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഈ ഗുരുവായൂരിലെ ആകെ നടക്കുന്നത് 65 വിവാഹങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് സുഗമമായ നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂരിൽ ഇതുവരെ 18 വിവാഹങ്ങൾ രാവിലെ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റു വിവാഹങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 30-ലേറെ വധൂവരന്മാരെ ഈ പ്രധാനമന്ത്രി നേരിട്ട് ആശംസിക്കുകയും ചെയ്യും എന്നുള്ളത് ഇപ്പോൾ ഈ ദേവസ്വം അധികൃതർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും 7 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ ഗുരുവായൂരിലേക്ക് എത്തുക. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപാഡിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക. അതിന് 20 മിനിറ്റ് മുൻപ് തന്നെ 2 ഹെലികോപ്റ്ററുകൾ ഇവിടെ എത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അപ്പുറത്തും ഇപ്പുറത്തുമായും ഈ ഹെലികോപ്റ്ററുകളായിരിക്കും ആദ്യം നിലയുറപ്പിക്കുക. അതിന് നടുവിലായിരിക്കും 7 മണിയോടുകൂടി ഈ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുക. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സ്വീകരണം
സ്വീകരണം അത് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 5000-ലേറെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡ് ഗ്രൗണ്ടിൽ വലിയൊരു സ്വീകരണം. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുക. 2.5 മണിക്കൂറിലധികം നേരം ഗുരുവായൂരിൽ പ്രധാനമന്ത്രി ചിലവഴിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇദ്ദേഹം ഈ ഗുരുവായൂരിലെ സ്വീകരണത്തിന് ശേഷം ഇവിടുത്തെ വിശ്രമ കേന്ദ്രത്തിലേക്കായിരിക്കും എത്തുക. അവിടെ നിന്നായിരിക്കും പിന്നീട് ഒരു 15 മിനിറ്റ് അവിടെ വിശ്രമിക്കും. അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി എത്തും. അതും 7:40 ക്ഷേത്ര ദർശനത്തിനെത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം വീണ്ടും ഈ ശ്രീവത്സത്തിലേക്ക് മടങ്ങി എത്തിയതിനു ശേഷം അല്പനേരം വിശ്രമിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെ വച്ച് ഈ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും അദ്ദേഹം പിന്നീട് തൃപ്രയാറിലേക്ക് യാത്ര തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഗുരുവായൂരിലെത്തുന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി ഈ സ്വർണ്ണ തളിക നൽകിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഈ സ്വർണ്ണ തളികയെല്ലാം പ്രത്യേക തൊഴിൽ വിദഗ്ധരെ കൊണ്ട് ഇന്നലെ തയ്യാറാക്കിച്ചിരുന്നു. അതിന്റെ പരിശോധനകളെല്ലാം SPG ഉൾപ്പെടെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 9 മണിയോടുകൂടി 9:15 ഇവിടെ നിന്ന് തൃപ്രയാറിലേക്ക് ഹെലികോപ്റ്ററിലൂടെ യാത്ര തിരിക്കും. അതിനുശേഷം തൃപ്രയാർ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം 10:30 അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തുള്ള ഭക്തരെ എല്ലാവരെയും പുറത്ത് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കിഴക്കേ നടയിലൂടെ മാത്രമാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അതും ഈ പാസ്സുള്ള ആളുകളെ മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ചില നിയന്ത്രണങ്ങളുണ്ട്. അതീവ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രമുള്ളത്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 7 മണിയോടുകൂടി പ്രധാനമന്ത്രി ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ എത്തും. ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് തിരിക്കും. തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും എന്നറിയാൻ സാധിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ശ്യാം കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്യാം, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി പുറപ്പെടും. ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ് അല്ലേ? തീർച്ചയായും അല്പസമയത്തിനകം അത് SPG മാത്രമാണ് ആ വിവരം. പ്രധാനമന്ത്രി ഏത് സമയത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള വിവരത്തിൽ ഒരു വിവരം കൈവശമുള്ള ആളുകൾ അത് കേരള പോലീസിനോ സുരക്ഷ നോക്കുന്ന ആളുകൾക്കോ ഒന്നും പുറത്തേക്ക് അറിയിപ്പ് നൽകിയിട്ടുമില്ല. ഏതായാലും അല്പസമയത്തിനകം നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏകദേശം 100-150 മീറ്റർ അപ്പുറത്താണ് എറണാകുളം ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനായി അതേ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പലവട്ടം ഈ റോഡുകളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനും മറ്റുമായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ ആ ക്രമീകരണങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇവിടെ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറത്തേക്ക് വരും. ഇവിടെ നിന്നാകും അദ്ദേഹം നേവിയുടെ ആസ്ഥാനത്തേക്ക് കാർ മാർഗം പോവുക. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും വലിയ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കൊച്ചിയുള്ളത്. പ്രധാന റോഡുകളിലേക്കൊന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരവസ്ഥ. ഇട റോഡുകളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്നു. ഇന്ന് 3 മണിവരെ ഏകദേശം ഇതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും എന്നുള്ള സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്. ഏതായാലും ഓരോ പോയിന്റിലും ഏകദേശം 5 മീറ്റർ ദൂരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നത്. പലവട്ടം SPGയുടെ പരിശോധന രാവിലെ മുതൽ ഈ വഴികളിലൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വഴിയിലൂടെ തൃശ്ശൂരിലേക്ക് യാത്ര തുടങ്ങും. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കും. തൃശ്ശൂരിൽ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. അതിനുശേഷം 10:30 കൊച്ചിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിലും ഒപ്പം തന്നെ തൃശ്ശൂരിലും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ശ്യാം കുമാറും ഗുരുവായൂരിൽ നിന്ന് സൂരജ് സജിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.